ആത്മരാഗം. കഥ എഴുതിയത് സീമ ജവഹർ. യാത്ര തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ലക്ഷ്യത്തിലെത്താൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുമാണ്. അന്തരീക്ഷത്തിന് ഭാവമാറ്റം വന്നു തുടങ്ങുന്നു. പുഞ്ചിരി തൂകി നിന്ന സൂര്യൻ്റെ മുഖം കാർമേഘം മറച്ചിരിക്കുന്നു. അച്ഛനോട് പിണങ്ങി നിൽക്കുന്ന പെൺകുട്ടിയുടെ മുഖം കറുക്കുന്ന പോലെ ആകാശത്തിൻ്റെ മുഖവും കറുത്തിരുണ്ടിരുന്നു. കണ്ണുനീർ തുള്ളികൾ പതിയെ അടർന്നു വീണു തുടങ്ങി. ഓടിക്കിതച്ചെത്തിയ തണുത്ത കാറ്റ് മുഖത്തെ തഴുകി കടന്നു പോകുമ്പോൾ ഹരിക്ക് തോന്നി ഓരോ കാറ്റും എന്തിനെയോ തേടി തേങ്ങി കരഞ്ഞുകൊണ്ട് അലയുകയല്ലേ. പ്രകൃതിയുടെ കരച്ചിൽ ശക്തി പ്രാപിക്കുകയും പിന്നെ സ്വയം സമാധാനിക്കുകയും പോലെ മെല്ലെ വളരെ പതിയെ ആ കരച്ചിൽ അവസാനിക്കുകയും ചെയ്തു. മഴത്തുള്ളികളും ഇളം കാറ്റുമേറ്റ് ആനന്ദ നൃത്തം ചവിട്ടുകയും പരസ്പരം പുണരുകയും ചെയ്തു നിന്ന മരച്ചില്ലകൾ നിരാശയോടെ നൃത്തമാടി മതിവരാത്ത മനസ്സോടെ തല താഴ്ത്തി നിൽക്കുന്നു. ഇളം തെന്നലിൽ പറന്നു നടക്കുന്ന പഴകിയ കടലാസ് കഷ്ണം പോലെ തൻ്റെ മനസ്സ് തന്നിൽ നിന്നകന്ന് പറന്നു നടക്കുന്നുവെന്ന് ഇരുട്ടു വ്യാപിച്ചു തുടങ്ങുന്ന പ്രകൃതിയെ ഉറയ്ക്കാതെ മനസ്സോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് തോന്നി. ഓരോ സന്ധ്യകളിലും നാളെ പുലർക്കാലത്ത് കാണാമെന്ന വാഗ്ദാനത്തോടെ തിരുനെറ്റിയിൽ ആശ്വസിപ്പിക്കലിൻ്റെ ചുംബനം നൽകി രാത്രിയോട് വിട പറയുന്ന പകലിനും പുലർക്കാലമാകാനും വീണ്ടും ഒരു നോക്ക് കാണാനുമായി പകലിന് കാത്തിരിക്കുന്ന രാത്രിയുടെയും പ്രണയം എത്ര തീവ്രമാണ്. ഒരിക്കലും മടുക്കാത്ത കാത്തിരിപ്പിൻ്റെ പ്രണയം. അവന് തോന്നി ആ രാത്രികളും പകലുകളും താനും ഹിമയുമാണെന്ന്. കാത്തിരിപ്പിനൊടുവിൽ കണ്ടുമുട്ടുകയും മണിക്കൂറുകൾ നിമിഷങ്ങളുടെ വേഗത്തിൽ പൊലിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ വീണ്ടും വരാമെന്ന പ്രതീക്ഷ നൽകുന്ന പുഞ്ചിരിയോടെ അടുത്ത കാത്തിരിപ്പിനായി തന്നെ തനിച്ചാക്കി പോയി മറഞ്ഞിരുന്ന ഹിമ. ആ ഓർമ്മയിൽ ഹരിയുടെ കണ്ണുകൾ നിയന്ത്രിക്കാനാവാത്ത വിധം നിറഞ്ഞു വന്നു. എന്തിനായിരുന്നു താൻ ഹിമയെ പ്രണയിച്ചത്? സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി, സ്നേഹിച്ചു പോയി. ഒടുവിൽ സ്വയം അറിയാതെ പ്രണയിച്ചു തുടങ്ങി. വലിയ കോടീശ്വരി, ബിസിനസ്സുകാരൻ്റെ ഭാര്യ, 2 ആൺകുട്ടികളുടെ അമ്മ, തന്നേക്കാൾ 10 വയസ്സ് മുതിർന്ന സ്ത്രീ. പാടില്ലെന്നറിയാമായിരുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ ആവും വിധം ശ്രമിച്ചതുമാണ്. പക്ഷേ ആ മുഖം, ആ സ്നേഹം, ആ സാമീപ്യം. താൻ ആരാണ്? ഒരു അനാഥൻ. സ്നേഹമെന്തെന്നറിയാതെ ഒരു അനാഥാലയത്തിൽ വളരുകയും ഇപ്പോൾ അവിടത്തെ തന്നെ നടത്തിപ്പിൻ്റെ കാര്യങ്ങളിൽ സഹായിയായി മാറുകയും ചെയ്ത ഒരു യുവാവ്. എത്രയോ വർഷങ്ങളായി മാസത്തിലെ അവസാന ഞായറാഴ്ച രാവിലെ ഹിമ ഈ അനാഥാലയത്തിലെത്തുന്നു. അനാഥ കുട്ടികൾക്കായുള്ള ഭക്ഷണം പങ്കിട്ട് കഴിച്ച് മാറാല പിടിച്ച പഴമയുടെ ഗന്ധവും വിയർപ്പിൻ്റെ മണവുമുള്ള കട്ടിലിൽ കിടന്നുറങ്ങുന്നു. അനാഥ കുട്ടികൾക്കൊപ്പം അവരിൽ ഒരാളായി അന്നൊരു ദിവസം ഇവിടെ ജീവിച്ച് പിറ്റേന്ന് പുലർച്ചെ സ്വയം ഡ്രൈവ് ചെയ്ത് സ്വർഗതുല്യമായ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. പിന്നീടുള്ള തൻ്റെ ഓരോ ദിവസവും ഹിമയുടെ വരവിനായുള്ള കാത്തിരിപ്പുകളായിരുന്നു. അവർ തന്നോടൊപ്പം ചിലവിട്ടിരുന്ന നിമിഷങ്ങളായിരുന്നില്ലേ ജീവിതത്തിൽ താൻ സന്തോഷവും സ്നേഹവും അറിഞ്ഞിരുന്ന നിമിഷങ്ങൾ. എപ്പോഴാണ് അവരെ ബഹുമാനത്തോടെ നോക്കിയിരുന്ന തൻ്റെ കണ്ണുകളിൽ പ്രണയം കടന്നു വരാൻ തുടങ്ങിയത്? അതൊരു പക്ഷേ താൻ കൗമാരത്തിൻ്റെ അവസാന പടിയിൽ നിൽക്കുമ്പോഴായിരുന്നിരിക്കണം. ക്രമേണ ഹിമയത് തിരിച്ചറിഞ്ഞു എന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ തന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാവും അതേക്കുറിച്ചൊരു ചർച്ചയ്ക്ക് അവർ മുതിരാതിരുന്നത്. വിവാഹപ്രായമായില്ലേ ഹരിക്കുട്ട, ഇനി എനിക്ക് നിനക്കായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നിനക്കൊരു കൂട്ട് കണ്ടെത്തി തരണം. നിന്നെ മാത്രം സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയെ. മറുപടി പറയാറില്ല. വെറുതെ ആ കണ്ണുകളിൽ നിമിഷങ്ങളോളം നോക്കിയിരിക്കും. പക്ഷേ ഇന്നത് പറയാൻ ഹിമയില്ല. തന്നെയും ഈ ഭൂമിയിലെ സുഖദുഃഖങ്ങളെയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവർ പോയി ഒത്തിരി ദൂരത്തിലേക്ക്. തനിക്ക് കൈയെത്താത്ത, ഓടിയെത്താൻ കഴിയാത്തത്ര ദൂരത്തിലേക്ക്. ഭാഗം 2. ചുവന്ന സിന്ദൂരം വാരിപ്പൂശിയ കുഞ്ഞിനെപ്പോലെ സന്ധ്യയും കുഞ്ഞിൻ്റെ പിന്നാലെ ഓടിത്തളർന്ന അമ്മയെപ്പോലെ ഇരുട്ടും വന്നു മൂടുമ്പോൾ
ഹരിയും ഹിമയും അനാഥാലയത്തിൻ്റെ മുറ്റത്ത് തണൽ വിരിച്ചു നിന്ന മാവിൻ ചുവട്ടിലിട്ട സിമന്റ് ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അവർ കുറച്ചു നേരമായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇരുവരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഹിമ തന്നെ മൗനത്തിന് വിരാമമിട്ടു. എന്താ ആരിക്കുട്ട ഒന്നും മിണ്ടാത്ത? എന്തെങ്കിലും പറയൂ. നീ പറയുന്നത് കേൾക്കാനല്ലേ ഞാൻ വന്ന് നിന്റെ അരികിൽ ഇങ്ങനെ ഇരുന്നത്. ഞാനൊരു കഥ പറയട്ടെ. കഥയോ? ഹിമയുടെ കണ്ണുകൾ വിടർന്നു. പറയൂ, കേൾക്കട്ടെ. കുറച്ച് പഴയ കഥയാട്ടോ, രാജഭരണകാലത്തെ. ഉവ്വോ, പറയ്, കേൾക്കാലോ. എനിക്കിഷ്ടാണ് കഥ കേൾക്കാൻ. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് സുന്ദരിയായ ഒരു രാജകുമാരിയുമായി പ്രണയത്തിലായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്രണയം. ഒടുവിൽ രാജാവ് ആ രാജകുമാരിയെ വിവാഹം കഴിച്ചു. ഉവ്വോ, ഹിമ വിടർന്നു ചിരിച്ചു. ബാക്കി പറയൂ, നല്ല കഥയാണല്ലോ. പക്ഷേ ഒരു ദിവസം പോലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാനായില്ല. രാജകുമാരിയെ ഒന്ന് സ്നേഹത്തോടെ പുണർന്നു. ആ തിരുനെറ്റിയിലൊരു ചുംബനം നൽകി. വർഷങ്ങളുടെ കാത്തിരിപ്പിന് കുമാരിക്ക് അത്രയും നൽകാനേ രാജാവിനായുള്ളൂ. അയ്യോ, അതെന്തേ? പെട്ടെന്നായിരുന്നില്ലേ അയൽരാജ്യം യുദ്ധത്തിനായി പുറപ്പെട്ടു എന്ന് അറിവ് കിട്ടിയത്. രാജാവിന് പോകാതിരിക്കാൻ തരമുണ്ടായിരുന്നില്ല. കുമാരിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു സ്നേഹചുംബനം നൽകി മടങ്ങി വരാമെന്ന വാഗ്ദാനത്തോടെ രാജാവ് യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നിട്ട് രാജാവ് തിരിച്ചു വന്നില്ലേ? ഉവ്വ്, രാജാവിനെ ആരൊക്കെയോ തിരികെ കൊണ്ടുവന്നു. പക്ഷേ ആ ഉടലിൽ ജീവൻ ഉണ്ടായിരുന്നില്ല. ശോ, എന്നിട്ടെന്താ? കുമാരി പിന്നെയും കാത്തിരുന്നു. കാത്തിരുന്നത് രാജാവിനെ ആയിരുന്നില്ല, മരണത്തെയായിരുന്നു. കഷ്ടായിപ്പോയി. ബാക്കി പറയൂ. രാജകുമാരി ചെറുപ്പത്തിലേ വൃദ്ധയായി. രൂപഭംഗി നഷ്ടപ്പെട്ടു. ആരോഗ്യം ക്ഷയിച്ചു. ഒടുവിൽ 10 വർഷത്തിന് ശേഷം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. പാവം. തീർന്നോ കഥ? ഇല്ലേ? പിന്നെന്താ ഉണ്ടായേ? പിന്നെ കുറേ വർഷങ്ങൾ, ഒരു 300 വർഷങ്ങൾക്ക് ശേഷം രാജാവ് ഒരു സ്ത്രീയായി പുനർജനിച്ചു. ഒരു പണക്കാരൻ്റെ ഒറ്റ മകളായിട്ട്, കോടീശ്വരിയായിട്ട്. അവർ ജനിച്ച് 10 വർഷത്തിന് ശേഷം രാജകുമാരി ഒരു പുരുഷനായും പുനർജനിച്ചു. ഒരു അനാഥ ബാലനായി, അനാഥാലയത്തിലെ അന്തേവാസിയായി. പ്രണയത്തിൻ്റെ കൂടുതൽ തീവ്രത അനുഭവിച്ചത് കുമാരിയായിരുന്നല്ലോ. 10 വർഷത്തെ വിരഹം, തീവ്ര പ്രണയം നെഞ്ചിലേറ്റിയുള്ള ശുഭപ്രതീക്ഷയില്ലാത്ത മരണത്തെ കാത്തിരുന്നതും അവർ തന്നെ. അതുകൊണ്ട് തന്നെ 2ാം ജന്മത്തിൽ കുമാരിയുടെ പുനർജന്മമായ പുരുഷൻ തൻ്റെ ഇണയെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. പക്ഷേ രാജാവിൻ്റെ പുനർജന്മമായ സ്ത്രീക്ക് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞതേയില്ല. അവർ വിവാഹിതയായി, 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. സ്നേഹിക്കാൻ ഒരവകാശവുമില്ലെന്നറിയാമായിരുന്നിട്ടും അയാൾക്കവരെ മറക്കാൻ കഴിഞ്ഞില്ല, പ്രണയിക്കാതിരിക്കാനും. ഹിമ ഇമകൾ ചലിപ്പിക്കാതെ ഹരിയെ തന്നെ നോക്കിയിരുന്നു. അവൻ പറയുന്ന കഥ ഇപ്പോൾ കേൾക്കുന്നത് കൗതുകത്തോടെയല്ല എന്നവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു വിമ്മിഷ്ടം. ഹൃദയം കുതിച്ചു ചാടുന്നു, പൊട്ടിത്തെറിക്കാൻ തിടുക്കം കൂട്ടുന്നു. അങ്ങനെ കഥയുടെ ഒരു തുറന്നു പറച്ചിലിൽ അവൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവർക്കിടയിൽ മൗനം ഒരിക്കൽ കൂടി കട്ട പിടിച്ചു. ഇനി എന്താണ് പറയേണ്ടത്? ആരാണ് ആദ്യം സംസാരിക്കേണ്ടത്? ഏറെ നേരത്തിനു ശേഷം ഹിമ തന്നെ ആദ്യം ശബ്ദിച്ചു. എന്നിട്ട് എനിക്കറിയില്ല. എന്നാ ഞാൻ പറയട്ടെ. ഈ ജന്മത്തിൽ സ്ത്രീ തന്നെ ആദ്യം മരിച്ചു. പക്ഷേ പരലോകത്തെത്തിയപ്പോൾ അവൾ മരണദേവനോട് ഒരു വരം ആവശ്യപ്പെട്ടു. എൻ്റെ ഇണ വന്നെത്തുന്നതുവരെ എന്നെ പുനർജനിപ്പിക്കരുത്. കഴിഞ്ഞ 2 ജന്മങ്ങളിലും ഒന്നാകാൻ കഴിഞ്ഞില്ല. 3ാമത്തെ ജന്മത്തിലെങ്കിലും ഒരേ ദിവസം ജനിക്കണം. ഒത്തിരി വർഷങ്ങൾ ഒരുമിച്ച് പ്രണയിച്ച്, സ്നേഹിച്ച്, വഴക്കിട്ട്, പരിഭവിച്ച്, ജീവിച്ച് മതിയായി ഒടുവിൽ ഒരു ദിവസം മരിക്കണം. ഹരിയുടെ കണ്ണുകളിൽ ആകാംക്ഷ തിങ്ങി. എന്നിട്ട് ദൈവം സമ്മതിച്ചു. അവനും മരിച്ച് അവളുടെ അരികിലെത്തും വരെ അവളെ കാത്തിരിക്കാൻ അനുവദിച്ചു.
കഴിഞ്ഞ ജന്മം കുമാരി ഭൂമിയിൽ കാത്തിരുന്നതിന് പകരമായി ഇപ്രാവശ്യം അവൾ പരലോകത്തിൽ കാത്തിരുന്നു, അവൻ വരുന്നതുവരെയും. പിന്നെ പിന്നെ അവർ വലിയ കൂട്ടുകാരായ 2 പേരുള്ള കുട്ടികളായി ഒരേ ആശുപത്രിയിൽ ഒരേ സമയം ഒന്നിച്ചു പിറന്നു വീണു. ഒരാണും ഒരു പെണ്ണും, അല്ലേ? അതേലോ. ആരായിരുന്നു ആണ്, ആരായിരുന്നു പെണ്ണ്? രാജാവ് ആണ്, കുമാരി പെണ്ണും. എന്നിട്ട് അവർ ആഗ്രഹിച്ചതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് പഠിച്ചു. ബാല്യത്തിൽ സൗഹൃദം, കൗമാരത്തിൽ പ്രണയം, യൗവനത്തിൽ വിവാഹം, അല്ലേ? അതെ. പിന്നെ ഇണങ്ങിയും പിണങ്ങിയും പതിറ്റാണ്ടുകളുടെ ദാമ്പത്യം. മക്കൾ, കൊച്ചുമക്കൾ. തൊലി ചുളിഞ്ഞ് മുടി നരച്ചു, പല്ലു കൊഴിഞ്ഞ് പറഞ്ഞു നിർത്തിയതും അവർ ഒരുമിച്ച് ചിരിച്ചു. ഏറെ നേരം ആ ചിരി തുടർന്നു, കണ്ണുകൾ നിറയും വരെയും. എന്നിട്ടെന്താ, ജനിച്ചതുപോലെ ഒരു ദിവസം തന്നെ അവർ മരിക്കുകയും ചെയ്തു. ഷോ, എന്തേ, ഒത്തിരി വയസ്സായില്ലേ? ഇനിയും മരിക്കണ്ടെന്നാ? വേണ്ട, മരിക്കണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ കൂടി ജീവിക്കാമായിരുന്നു. എത്ര വർഷങ്ങൾ? ഒരു 500 വർഷങ്ങൾ കൂടി. ഉവ്, നടന്നത് തന്നെ. ഹിമ അവൻ്റെ കണ്ണുകളിലേക്ക് ഏതാനും നിമിഷങ്ങൾ നോക്കിയിരുന്നു. ഹരിക്കുട്ട, നിനക്ക് വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉവ്. എന്താ അത്? പറയൂ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, നെറ്റിയിൽ മാത്രം ഒന്ന് ചുംബിച്ചോട്ടെ, കഴിഞ്ഞ ജന്മത്തിലെ പോലെ. ഹിമ മറുപടി പറഞ്ഞില്ല. യാചനയോടെ നോക്കുന്ന ആ കണ്ണുകളിലേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു. നേരിയ വെളിച്ചത്തിൽ പൗർണമി നാളിൽ ചന്ദ്രബിംബം പുഴയിൽ നീന്തിത്തുടിക്കും പോലെ അവൻ്റെ കണ്ണുകളിൽ തൻ്റെ മുഖം നീന്തിത്തുടിക്കുന്നതവൾ നിഴൽ പോലെ കാണുന്നുണ്ടായിരുന്നു. നിശബ്ദമായ കുറേ നിമിഷങ്ങൾക്കു ശേഷം മറുപടി പറയാതെ ഹിമ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. പിൻവിളി വിളിക്കാതെ ഹരി ആ പോക്ക് നോക്കിയിരുന്നു. അത് അവസാന കൂടിക്കാഴ്ചയായിരുന്നു. പിറ്റേന്ന് യാത്ര പോലും പറയാതെ താൻ ഉണരും മുമ്പ് അവർ പോയി. അധിക സമയം കഴിയും മുമ്പ് ഹിമയുടെ മരണ സന്ദേശമെത്തി. അപകട മരണമായിരുന്നു. തിരികെ പോകും വഴിക്ക് ലോറിയുമായി ഹിമയുടെ കാറ്. ഭാഗം 3. 1 മാസം എങ്ങനെ താൻ ജീവിച്ചു? തനിക്കതിനു കഴിഞ്ഞല്ലോ. ഹിമയില്ലാത്ത ഈ ലോകത്ത് ഈ യാത്ര ഹിമയുടെ നാട്ടിലേക്കാണ്. പലതും കാണാനുണ്ട്, അറിയാനുണ്ട്. ഹിമ ജീവിച്ചിരുന്ന വീട്, ഹിമയുടെ കുട്ടികൾ, ഹിമ നടന്നിരുന്ന വഴികൾ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ എല്ലാം മനഃപ്പാടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഫോണിലൂടെ പങ്കുവച്ചിരുന്ന വിശേഷങ്ങളുടെ കേട്ടറിവിൽ നിന്നുണ്ടായ അറിവുകൾ. ടൗണിൽ ബസ് നിന്നു. ഹരി മെല്ലെ ബസ്സിൽ നിന്നിറങ്ങി. ആദ്യം വരികയായിരുന്നെങ്കിലും എല്ലാം സുപരിചിതമായി തോന്നി. ചെറിയ സങ്കോചത്തോടെയാണ് ഹിമയുടെ വീടിൻ്റെ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി കാത്തുനിന്നത്. എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത്? അനാഥാലയത്തിൻ്റെ പേര് പറഞ്ഞാലോ? കതകു തുറന്നത് ഹിമയുടെ ഭർത്താവാണെന്ന് ആരും പറയാതെ തന്നെ തിരിച്ചറിഞ്ഞു. പിന്നിലായി 2 ആൺകുട്ടികൾ. ഒരാൾക്ക് ഹിമയുടെ അതേ മുഖഛായ. ആ മുഖം കണ്ടപ്പോൾ കണ്ണുകൾ മനസ്സിനെ അനുസരിക്കാൻ കൂട്ടാക്കാതെ നിറയാൻ തുടങ്ങി. ഹരീഷല്ലേ? പുരുഷന്റെ ശബ്ദം. ആശ്വാസം. പരിചയപ്പെടുത്തൽ വേണ്ടി വന്നില്ലല്ലോ. അതെ, ഹിമ പറയാറുണ്ടായിരുന്നു ഹരീഷിനെ കുറിച്ച്. മാത്രമല്ല അവിടെയുള്ള എല്ലാ പേരെയും കുറിച്ചും. ഫോട്ടോസും കാട്ടിത്തരാറുണ്ട്. കയറി വരൂ. മടിച്ചാണ് ആ വലിയ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത്. പക്ഷേ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം ആ അപരിചിതത്വത്തെ തീർത്തും ഇല്ലാതാക്കി. ചുമരിലെ ഹിമയുടെ ചിരിക്കുന്ന ചിത്രം ഇടയ്ക്കിടെ കണ്ണുകൾ ഈറനാക്കുന്നതൊഴിച്ചാൽ ആഗ്രഹിച്ചു വന്നത് എല്ലാം നടന്നു കഴിഞ്ഞു. എല്ലാവരെയും കണ്ടു. ഹിമയുടെ ഭർത്താവ് സംസാരിച്ചു തുടങ്ങി. ആ അനാഥാലയത്തിൽ വരുന്നതും ആരോരുമില്ലാത്ത കുട്ടികളെ സ്നേഹിക്കുന്നതും അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുന്നതുമായിരുന്നു അവളുടെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. ഹിമയില്ലാന്ന് കരുതി ഒന്നും നിന്നു പോയിട്ടില്ല. അവൾ അനാഥാലയത്തിന് ചെയ്തിരുന്ന എല്ലാ സഹായങ്ങളും എല്ലാ മാസവും അവിടെ എത്തും. സഹായം മാത്രമല്ലേ എത്തുകയുള്ളൂ,
ആ സ്നേഹം എത്തില്ലല്ലോ എന്ന് മനസ്സ് മന്ത്രിച്ചു. പിറ്റേന്ന് പുലർച്ചെ യാത്ര ചോദിക്കുമ്പോൾ 1-2 ദിവസം കൂടി ഞങ്ങളോടൊപ്പം കഴിഞ്ഞിട്ട് പോകാമെന്ന് അവർ സ്നേഹത്തോടെ പറഞ്ഞുവെങ്കിലും ആ വാക്കുകളെ സന്തോഷത്തോടെ നിരസിച്ചുകൊണ്ട് മെല്ലെ ഇറങ്ങി നടന്നു, ലക്ഷ്യബോധമില്ലാതെ. ഹിമയുടെ വാക്കുകളിലൂടെ അറിഞ്ഞ ഹിമയുടെ സാമീപ്യം സ്ഥിരം എത്തിയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഹരി പകൽ മുഴുവൻ ചുറ്റിക്കറങ്ങി കണ്ടു. ഷോപ്പിംഗ് മാളുകൾ, രാവിലെ നടക്കാൻ പോയിരുന്ന സ്കൂൾ ഗ്രൗണ്ട്, മാർക്കറ്റ്, വായനശാല, അങ്ങനെ പലതും. മനസ്സ് ശൂന്യമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി ചെയ്തു തീർക്കാൻ ഒന്നും തന്നെയില്ല. ജീവിക്കാനായി പ്രതീക്ഷകളും. എത്രയും വേഗം ഹിമയ്ക്കരികിൽ എത്തിച്ചേരുക തന്നെ. അവരെ ഒരുപാട് കാലം കാത്തു നിർത്തിക്കേണ്ട ആവശ്യമെന്താണ്? അടുത്ത ജന്മം ഒരുമിച്ച് ജനിക്കാമെന്ന് വാക്കു തന്നാണല്ലോ പോയത്. എന്തിനിനിയും വൈകിക്കണം? മനസ്സിൽ പല ചിന്തകളോടെ റോഡിൻ്റെ ഓരം ചേർന്ന് നടക്കുമ്പോൾ ദൂരെ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ലോറിയിൽ മാത്രമായിരുന്നു ഹരിയുടെ ശ്രദ്ധ മുഴുവൻ. സീമ ജവഹർ 1977 ജനുവരി 12 ഗോപിനാഥൻ്റെയും ശാന്ത ഗോപിനാഥൻ്റെയും മകളായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ജനിച്ചു. പഠനം വെഞ്ഞാറമൂട്ടിലെ ഗവൺമെൻറ് സ്കൂളിലും സീനിയർ എന്ന പ്രൈവറ്റ് കോളേജിലുമായിരുന്നു. 1996 ജവഹറിൻ്റെ സഹധർമ്മിണിയായതോടെ സ്ഥിരതാമസം തിരുവനന്തപുരത്തേക്ക് മാറി. കോളേജ് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിവാഹശേഷം ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ നേടി. പ്രസിദ്ധീകരിക്കപ്പെട്ട രചനകൾ ശലഭം, നിഴൽ പോലൊരാൾ, സിജിൻ മലാസ് എന്നിവ. മക്കൾ ആഷിഖ് ജവഹർ, ആമി ജവഹർ, എമി ജവഹർ.